ലീഗ് ഭരിക്കുമ്പം ലീഗിൻ്റെ ഭരണം എങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക ഇത് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ലീഗിനെ ഒപ്പോസ് ചെയ്യുന്നത്. അല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലീഗിൻ്റെ ഒരു കവേർഡ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ലീഗിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ലെവൽ. ആ കംഫർട്ട് ലെവൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായകരമാവും. ലീഗ് ടെറർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞ സെന്റൻസ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞാനത് വളരെ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. അത് എടുത്തൊന്നും അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് ക്രിസ്ത്യൻ ബിഷപ്പ് കുമാരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും? അല്ലെങ്കിൽ അതിനെ എങ്ങനെ? അങ്ങനെ ബിഷപ്പുമാരൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ പാമ്പ്ലാനി നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബിഷപ്പുമാരും ഒരു ദിവസം അവരുടെ ആ സമയത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറയും. അടുത്ത ദിവസം ആ സമയത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഉത്തരം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണെന്ന് ഈ കോൺഗ്രസ് അതിലൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങ് പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ UDF വന്നാൽ ഒരു ലീഗിൻ്റെ അപ്രമാദിത്വമായിരിക്കും എന്നുള്ളത്. ഇതേ സാധനമാണ്. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. CPM പറയുന്നത് കേരളത്തിൽ UDF വന്നാൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഭരണമായിരിക്കും വരുന്നതെന്നാണ്. അപ്പം കോൺഗ്രസ് തന്നെ പറയുന്നത് ഈ BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാരയ്ക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതെന്നാണ്. നിങ്ങൾ രണ്ടുപേരും യോജിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ എതിർവശത്തിരിക്കുന്ന ഇന്നയാളാണെന്ന് പറയുമ്പോൾ ഒരേപോലെയല്ലേ നിങ്ങൾ കാണുന്നതല്ലേ. എന്ന് വെച്ചിട്ട് നിങ്ങൾ രണ്ടും തമ്മിൽ ഒരുമിച്ച് ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഉണ്ടാവും. അല്ല, ഒരേ സ്വരത്തിൽ പറയുന്നതിനർത്ഥം ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഒപ്പീനിയനുള്ള അധികാരമില്ലേ? ഇതിന്റെ ഒരു തുടർ ചോദ്യം, ഇന്നലെ നമ്മുടെ രമേശ് ചെന്നിത്തലയായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം CPM BJP ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലാവ്ലിൻ കേസ്, പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇത്രയും തവണ മാറ്റിവെച്ച കണക്കുകൾ, അത് മാറ്റിവെക്കുന്നത് BJP CPM ബന്ധത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, CPM BJP ബന്ധത്തിന്റെ ഇതുപോലത്തെ അന്തർധാര കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇവർ രണ്ടുപേരും തമ്മിൽ പാറശാലക്കപ്പുറത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഒരേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത്? അതിനേക്കാൾ വലിയ ബാന്ധവം വേറെ എന്താ ഉള്ള ബാന്ധവം? അല്ല, ആ പരസ്യബന്ധമല്ലേ. ആ പരസ്യബാന്ധവത്തിന് ഇവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവില്ല എന്നാണോ? പാറശാല അതിർത്തി കടന്നാൽ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ കേരളത്തിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് അത് അവർ അടവ് നയം മാത്രമാണ്. അടവ് നയം മാത്രമാണെന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ പോയിന്റ്. ലീഗൽ നമ്മുടെ രാജ്യത്ത് ഒരു കേസല്ല, അങ്ങനത്തെ എത്രയോ കേസുകൾ നീണ്ടു പോകുന്നുണ്ട്. ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾക്കിത് രാഷ്ട്രീയം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം CPMനെ പേടിച്ചിട്ട് നമുക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ പേടിച്ചിട്ടും നിൽക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഐഡിയോളജിക്കലായിട്ട് CPMൻ്റെ ഐഡിയോളജിയായിട്ട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. കോൺഗ്രസിൻ്റെ കറപ്ഷനും അതുപോലെ ഈ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സും CPMൻ്റെ ഈ അതോറിറ്റേറിയൻ അവരുടെ രീതികളും, ഇത് രണ്ടിനും ഞങ്ങൾ ഒരേപോലെ എതിർക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ BJP കേരളത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദം, അതിന് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സർക്കാരുകളും സർക്കാരില്ലാത്ത സമയത്തും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കവേർഡ് സപ്പോർട്ട്, ആ സപ്പോർട്ട് കേരളത്തിൽ അപകടകരമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു. ആ എക്കോസിസ്റ്റമാണ് കേരള സ്റ്റോറിയെ ഒക്കെ പരസ്യമായിട്ട് എതിർക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എല്ലാവരും എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാർ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി? നിയമത്തിൻ്റെ വഴിയിലൂടെ ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്യലല്ലോ വേണ്ടത്. മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ, ഇത് നിയമവിരുദ്ധമാണെങ്കിൽ നിയമപരമായിട്ട് നടപടിയെടുക്കണം. മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി അനുവദിച്ചു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്
അതിൻ്റെ പ്രദർശനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ DYFI അതിനെതിരായിട്ട് പ്രകടനം നടത്തുന്നു. DYFI പ്രകടനം നടത്തുന്ന ആർക്കെതിരായിട്ടാണ്? ഹൈക്കോടതിക്കെതിരായിട്ട്. അപ്പോൾ പക്ഷേ ഹൈക്കോടതിക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായിട്ട്. ഭരണഘടനയെ ഡിഫൈൻ ചെയ്യാനുള്ള അധികാരമാണ് ഹൈക്കോടതിക്ക്. ആ ഭരണഘടനയെ ഡിഫൈൻ ചെയ്തിട്ട് ഹൈക്കോടതി പറയുന്നു നടത്തുന്നതിൽ കുഴപ്പമില്ലെന്ന്. നടത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് DYFI പ്രകടനം നടത്തുമ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലുള്ള ആൾക്കാർ അടക്കം DYFI ചെയ്യുന്നത് വളരെ നല്ല കാര്യം, ഈ കേരള സ്റ്റോറി ഇറക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്തൊരു വലിയ പാതകം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പറയുന്നത് ഈ ഒരു തിങ്കിങ് വരുന്നത് കേരളത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് എന്തൊരു അപരാധമാണ് എന്നുള്ളൊരു ധാരണ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചു. കോൺഗ്രസ് അതിനെ എതിർക്കാനുള്ള ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്ന ഒരു നെറേറ്റീവിൻ്റെ കൂടെ പോവുകയാണ്. കമ്മ്യൂണിറ്റി ഇഷ്യൂസും ഇല്ലാന്ന് പൂർണ്ണമായിട്ട് പറയാം. ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ഇല്ലല്ലോ. എന്ത് കമ്മ്യൂണിറ്റി ഇഷ്യൂകൾ? കർണാടകയിൽ റീസെന്റ് ആയിട്ട് ഹിജാബ് കോൺട്രവേഴ്സി അടക്കമുള്ള കമ്മ്യൂണിറ്റി ഇഷ്യൂസ്. കർണാടകത്തിൽ ഹിജാബ് കോൺട്രവേഴ്സി ഉണ്ടായല്ലോ, ഹിജാബിനെതിരെ. സുപ്രീം കോടതിയുടെ റൂളല്ലേ അത്? അല്ല, പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞു, തീർന്നു, അവിടെ അവസാനിപ്പിച്ചു. ഇതൊന്നും കമ്മ്യൂണലല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയൊക്കെ നമ്മൾ കമ്മ്യൂണലാണെന്ന് കാണുക. ഇതൊക്കെ അതായത് സ്കൂൾ യൂണിഫോമിൽ എല്ലാവർക്കും ഒരേപോലെ വേണം. നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. കോടതി അതിന് അക്കാര്യത്തിൽ എന്താണ് അന്തിമ തീരുമാനം എടുത്തത്, ആ തീരുമാനം അനുസരിച്ചിട്ട് പോയി, തീർന്നു. അതിൽ കമ്മ്യൂണലൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ലെഫ്റ്റിനായിരിക്കും. ഒബ്വിയസ്ലി ലെഫ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ട് കൂട്ടരെയും എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അതെ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ? ഞങ്ങൾ ക്യാമ്പയിൻ നടത്താൻ പോകുന്നത് കേരളം സുരക്ഷിതമായിരിക്കണം, കേരളം ഡെവലപ്ഡ് ആവണം, കേരളത്തിൽ നിന്ന് കേരളം വിശ്വാസികൾക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ടെററിസത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ സിറിയയിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനമുണ്ട്? ഇപ്പോഴും നിമിഷ ഫാത്തിമ അവിടെയല്ലേ? ഉണ്ടോ ഇല്ലെന്ന് ഭഗവാനെ അറിയുള്ളൂ. 2016 അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ അല്ലേ ഏറ്റവും വലിയ. BJP ഇല്ലാത്തൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമാണ്. BJP ജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തോൽക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് MLA-മാരായിരിക്കുമല്ലോ. ആ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്നവരും ഒക്കെ മത്സരിക്കുന്ന അധികം CPM-ന്റെ എല്ലാ സിറ്റിംഗ് MLA-മാരും തന്നെ മത്സരിക്കുന്നുണ്ട്. CPM-ന്റെ മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ ഉണ്ടാവുമല്ലോ. തോൽക്കുന്നവരിൽ കോൺഗ്രസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. എല്ലാവരും ഉണ്ടാവില്ലേ? BJP ജയിച്ചാൽ ബാക്കി എല്ലാവരും തോക്കും. സൗത്ത് കേരളയിലാണോ നോർത്ത് കേരളയിലാണോ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് BJP? സ്വാഭാവികമായിട്ടും സൗത്ത് കേരളയിലുണ്ടാവും BJPക്ക് കൂടുതൽ ഇമ്പാക്ട്. ഒബ്വിയസ്ലി തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതല്ലാതെ മറ്റെവിടെയൊക്കെയാണ് കാര്യങ്ങൾ? ഞങ്ങൾക്ക് അവിടെ വരെ ഇട്ടല്ലോ, കാസർഗോഡ് വരെ, മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വലിയ ഇമ്പാക്ട് ഉണ്ട്. അല്ല, മലപ്പുറത്ത് ഇപ്പോഴും BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. ലീഗിന്റെ ഒരു വലിയ ഒരു അപ്രമാദിത്വം ഉണ്ട്. കമ്മ്യൂണിറ്റി അല്ല, ലീഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സത്യമല്ലേ? കാരണം ബാക്കി എല്ലാവരും അത് ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നു, അവർ രഹസ്യമായിട്ട് പറയുന്നു. അല്ലല്ല, അവർ രഹസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നു. അവർ കമ്മ്യൂണിറ്റി നോക്കിയിട്ടല്ലാതെ സീറ്റ് വിഭജിക്കുന്നുണ്ടോ? അവർ ഹിന്ദു സമൂഹത്തിലെ മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അടക്കം സഭ നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. തിരുവല്ലയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാ, റാന്നിയിൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാ, ആറന്മുളയിൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ലേ? ഇത് നിങ്ങൾ ഞാനും പറയാതിരുന്നത് കൊണ്ട് സത്യമല്ല. എന്തിനാ മടിക്കണം? അതായത് ഇത് പറയാതിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ കാണിക്കുന്ന ഹിപ്പോക്രസി അല്ലേ ഇത്? നമ്മൾ പറയാതിരിക്കണ്ട. ഇതുകൊണ്ട് തന്നെ വേറൊരു ചോദ്യം ചോദിച്ചാൽ, BJPയുടെ ഒരു ഗ്രോത്ത് ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ കേരളത്തിന് പുറത്ത് BJPയുടെ ഒരു വളർച്ച മുഴുവനും
ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ്, മുഖ്യമന്ത്രി അങ്ങനെ അടക്കം ടോപ്പ് ഷോട്ട്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് BJP അവിടേക്ക് വളർന്നത്. ആസാം ഫോർ എക്സാമ്പിൾ. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ ഇതുപോലെ ഈ നമ്പർ 1, നമ്പർ 2 പൊസിഷനിൽ ഇരിക്കുന്ന ആരും കോൺഗ്രസിൽ നിന്ന് ഇതുവരെ BJPയിലേക്ക് വന്നിട്ടില്ല. സമയമായിട്ടില്ല. അതെന്നാവും? എന്താണ് അതിന്റെ ഒരു അധികം കഥ? അധികം story എന്താണ്? അധികം വൈകാത്ത അത് ഈ സംശയം അല്ല അങ്ങനെ എല്ലാവരും വരില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കണം അല്ലേ? കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. CPM-ൽ നിന്നും CPM-ന്റെ CITUവിന്റെ കേന്ദ്ര കമ്മിറ്റി അല്ല, അത് സംസ്ഥാന ഓക്കേ. കമ്മിറ്റികളൊക്കെ വന്നാൽ എല്ലാം പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ചോദിച്ച പർട്ടിക്കുലർ ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ആൾക്കാർ വരും. ഞാൻ specifically കോൺഗ്രസ് ആണ് ചോദിച്ചത്. because ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ടാണ് BJP വളർന്നിട്ടുള്ളത്. അല്ലല്ല, അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിലൊന്നും ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വേറെ പാർട്ടി ഇല്ലായിരുന്നു. ഞാൻ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗാളിൽ CPM ആണ് വരുന്നത്, ത്രിപുരയിൽ CPM-കാരാണ് വന്നിട്ടുള്ളത്, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ കോൺഗ്രസ്സുകാരാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ 2 പാർട്ടി ഉണ്ട്, അതുകൊണ്ട് 2 പാർട്ടിയിൽ നിന്നും വരും.